നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസ് ജിയാണ്. അദ്ദേഹം പ്രശസ്ത ജ്യോത്സ്യനും വിഷ്ണുവായ ഉപാസകനുമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം വിഷ്ണുമായ ഭഗവാനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് വിഷ്ണുമായയുടെ ഉദ്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം, അല്ലേ? അതെ, വിഷ്ണുമായ എന്ന് പറയുന്നത് മഹാദേവൻ്റെയും ശ്രീപാർവതി, അതായത് ശ്രീപാർവതിയും പുത്രനായിട്ടാണ് സങ്കല്പിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് മലബാര സമ്പ്രദായത്തിൽ ആരാധിച്ചു പോരുന്ന ഒരു മൂർത്തിയാണ്. പണ്ട് മുതൽക്കേ ഗോത്രവർഗക്കാരും, അതായത് നായർ മുതൽ കീഴോട്ടുള്ള ജാതിക്കാരുടെ വീട്ടിൽ കുടുംബദേവതയായിട്ട് നാഗങ്ങൾ, ചാത്തൻ, അതുപോലെ കാളി എന്നുള്ള ദേവത മിക്ക എല്ലാ വീടുകളിലും ആരാധിച്ചു പോന്നിരുന്നു. അപ്പോൾ ഗോത്രവർഗം അല്ലെങ്കിൽ കൗളാചാര പ്രകാരം ആദരിച്ചു പോന്നിരുന്ന ഒരു മൂർത്തിയാണ്. പിന്നീട് പിൽക്കാലത്ത് പല വീടുകളിലും ഈ ആരാധന അന്നം നിന്നുപോയി. അതിൻ്റെതായ ദുരിതങ്ങൾ എല്ലാ കുടുംബത്തിലും ഒന്നുണ്ട്. പിന്നെ ഇതിനെ ഒരു ദുർമൂർത്തിയായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ട് പലയിടത്തും പല അപവാദങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. ഈ ചാത്തന്റെ വിഷ്ണുമായ സ്വാമിയെ കുറിച്ചാണ്. അല്ലേ? അപ്പൊ അങ്ങിപ്പോ പറഞ്ഞു വരുന്നത് ചാത്തൻ സ്വാമിയെ കുറിച്ചാണ്. അത് ചാത്തൻ സ്വാമിയും തമ്മിൽ എന്തെങ്കിലും? അതായത് ചാത്തൻ എന്ന പേരായിരുന്നു ഈ വിഷ്ണുമായ സ്വാമിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചാത്തൻ സ്വാമിയുടെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ അത് പരമശിവൻ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് കൂളിവാക എന്ന് പറയുന്ന ഒരു കാട്ടു സ്ത്രീയെ കണ്ട് മോഹിച്ച് അതിലുണ്ടാകുന്ന പുത്രനായിട്ടാണ് പറയും. കൂളിവാകയുടെ വേഷം ധരിച്ച് പാർവതി അവിടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ശിവപാർവതി സംഗമത്തിൽ ഉണ്ടായ പുത്രനാണ് ചാത്തൻ. അപ്പോൾ എന്നിട്ട് ഈ ചാത്തനെ വളർത്താനായിട്ട് കൂളിവാകയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും മഹാദേവനും ശ്രീപാർവതിയും കൈലാസത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇവന് 7 വയസ്സ് പ്രായമാവുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത് അവനെ ധരിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ ചാത്തൻ സ്വാമിക്ക് 7 വയസ്സായപ്പോൾ ഇങ്ങനെ നാരദ മഹർഷി വന്നിട്ട്, അതായത് ചാത്തൻ സ്വാമിയുടെ ഉൽപ്പത്തിക്ക് ഒരു കാരണമുണ്ട്. അതായത് മൃഗാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെയാണല്ലോ ദേവന്മാർ ഓരോ അവതാരങ്ങൾ എടുക്കുന്നത്. ജന്മോദ്ദേശം തന്നെ ഈ അസുരനെ നിഗ്രഹമാണ്. അപ്പോൾ ആ ഒരു പ്രായമായപ്പോൾ ഇത് ഓർമ്മിപ്പിക്കാനായി നാരദ മഹർഷി വരികയും, അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ പറയാണ് യഥാർത്ഥത്തിൽ ആരാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനമ്മ എന്ന്. അപ്പോൾ അത് കേട്ടപാടെ പകുതി എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹം എല്ലാം ക്ഷണം നടത്തുന്ന ആളായതുകൊണ്ട് പോത്തിൻ പുറത്തേറി കൈലാസത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ കൈലാസ കവാടത്തിൽ നന്ദി, സുബ്രഹ്മണ്യനും അതുപോലെ ഗണേശനും ഇദ്ദേഹം ഈ പോത്തിൻ്റെ പുറത്ത് വരുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തെ തടയും. അപ്പോൾ ആ ഒരു സമയത്ത് അസുരന്മാരാൽ വിഷ്ണുവിനെ പാതാളത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അത് ഇദ്ദേഹത്തിന് അറിയാം. ഇയാൾ മായയിലെല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ അവർ തടസ്സപ്പെടുത്തുമ്പോൾ ഇയാൾ വീണ്ടും തിരിച്ചു പോയി വീണ്ടും വിഷ്ണു രൂപം ധരിച്ചുകൊണ്ട് വരുമ്പോൾ വളരെ അധികം ഈ ആദരവോടുകൂടി ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എതിർത്ത ആൾക്കാർ തന്നെ ഇദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുകയാണ് ചെയ്യണേ. അപ്പം മഹാദേവന് മനസ്സിലാവും ആരാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ വാത്സല്യത്തോടെ അച്ഛൻ മകനെ മടിയിൽ വലിച്ചിരുത്തി എല്ലാവിധ ആയുധമുറകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു വരം കൂടി കൊടുക്കുകയാണ്. ഇന്നു മുതൽ ലോകം നിന്നെ വിഷ്ണുമായ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ കേട്ട് പരിചയിച്ച മാതിരി ഒരു മോശമായ മൂർത്തിയോ അല്ലെങ്കിൽ മോശപ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു മൂർത്തിയോ ഒന്നുമല്ല. കുടുംബദേവതയായിട്ട് ആരാധിച്ചു പോന്നിരുന്ന മൂർത്തിയാണ്. നമ്മൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അനുകൂലങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ടാണ്
ഈ ചാത്തൻ മഠങ്ങളൊക്കെ ഇത്ര പുരോഗതി കൈവരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇമ്മീഡിയറ്റ്ലി തന്നെ അവർക്കൊരു അനുഗ്രഹം ലഭിക്കും ഉറപ്പായിട്ടും. അതായത് നമ്മുടെ പ്രാർത്ഥന സാത്വികമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഗുണഫലം ക്ഷിപ്രം കിട്ടും. പക്ഷേ ഈ ചോദ്യം ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. ഇപ്പോൾ അങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ അത് ചെറുതായിട്ട് ഒരു ഇന്റന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ചാത്തനെ പലരും ദുർമൂർത്തിയായിട്ടാണ്, ദുർമന്ത്രവാദത്തിന്റെ ഒരു ഫലമായിട്ടാണ് പലപ്പോഴും ചാത്തനെ കാണുന്നത്. അതൊരു കോമൺ ആയിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ചിന്തിക്കുന്നതാണ്. പലരും അങ്ങനെയാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഏത് തരത്തിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം? ഇപ്പോൾ പരമേശ്വരന്റെയും പാർവതിയുടെയും മകനായ ഒരു മൂർത്തി എന്തുകൊണ്ടാണ് ഒരു ദുർമൂർത്തിയായി പലരും അങ്ങനെ? അതായത് പണ്ട് നമ്മൾ അതായത് തൊട്ടുകൂടായിക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, വർഗവിവേചനം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നായർ നിന്ന് കിഴപ്പോട്ടുള്ള ജാതികൾ, നായർ, തണ്ടാൻ, പറയൻ, പുലയൻ ഇങ്ങനെയുള്ള വർഗക്കാരാണ് പ്രധാനമായിട്ടും. അവർക്കൊന്നും നമ്മളെ ഈ മറ്റ് ജാതിക്ക് ആൾക്കാർ പറയണ മാതിരി മഹാദേവനോ വിഷ്ണു എന്നൊന്നും പറയാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഇതൊക്കെ ഒരു മുത്തപ്പൻ എന്നുള്ള രീതിയിലാണ് വെച്ച് ആരാധിച്ചിരുന്നത്. വൈഷ്ണവ മുത്തപ്പൻ, ശിവമുത്തപ്പൻ. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തില് വിഷ്ണുവും ശിവൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ആചരിച്ചു പോന്നിരുന്ന മൂർത്തിയെ ഉയർന്ന ജാതിക്കാർക്ക് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യത വരാത്തത് കൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു മന്ത്രവാദമാണെന്നും അവര് അതായത് സവർണർ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു വിവേചനം നേരത്തെ തുടങ്ങിയുണ്ടായി. പിന്നെ എല്ലാവരും പറയും ഇതൊരു എന്താ പറയുക മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മന്ത്രവാദത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു പോരുന്ന ഒരു മൂർത്തിയാണ്. അപ്പോൾ ആരെങ്കിലും ഈ മൂർത്തിയെ ആരാധിച്ചാൽ പെട്ടെന്ന് ഗുണങ്ങളും നിലവാരങ്ങളും ജീവിത നിലവാരമൊക്കെ ഉയരുമെങ്കിലും എന്തെങ്കിലും ഈ ആരാധന മുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ നമുക്ക് വരുമെന്ന് പറഞ്ഞ് വ്യാജേനെ പേടിപ്പിച്ചുകൊണ്ട് ഈ മൂർത്തിയെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇത് ഒരിക്കലും ഒരു ദുർമൂർത്തിയല്ല. എൻ്റെ ഒരു ഇത് വെച്ച് എൻ്റെ കുടുംബപരമായിട്ട് ആരാധിച്ചു പോന്നിരുന്ന മൂർത്തിയാണ്. ഇന്ന് ഞാൻ ആരാധിക്കുന്നുണ്ട്. എൻ്റെ ഐശ്വര്യത്തിൻ്റെ എൻ്റെ ഉയർച്ചയ്ക്കുമെല്ലാം നമ്മുടെ ജീവിത പരിചയമാണല്ലോ ഏറ്റവും വലുത്. അതിൽ യാതൊരു ദോഷങ്ങളും വന്നിട്ടില്ല. ഓരോ ദിവസവും നമുക്ക് പുരോഗതി അല്ലാണ്ട് ഒരു താഴ്ച വരുന്നില്ല. ഒരു പക്ഷേ ഈ ഭഗവാനെ കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു തെറ്റായ ധാരണ. എന്തും നെഗറ്റീവായ കാര്യങ്ങളും നമുക്ക് നടത്താം എന്നുള്ളൊരു ചിന്തയും കൂടി അല്ലേ, അങ്ങനത്തെ ഒരു മോശമായ ചിന്തയും കൂടി ആകർഷിക്കാനും അതേപോലെ മറ്റുള്ളവരെ നമ്മുടെ ശത്രുക്കൾ എന്ന ഭാവന മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു മൂർത്തിയായിട്ട് പലപ്പോഴും ചാത്തൻ സ്വാമിയെ കാണാറുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും ഇപ്പോൾ ഇത് പൈസയ്ക്ക് വേണ്ടി ഉപാസിച്ച് പൂജാവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ വശ്യം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യം പലപ്പോഴും ആൾക്കാർ വന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും നമുക്കതൊന്നും പ്രായോഗികമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാത്തൻ എന്ന് പറയുന്ന മൂർത്തി ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതൊരു ബാലസ്വരൂപമാണ്, മനസ്സിലായില്ലേ? ബാലശാസ്താവ് എന്നാണ് ചാത്തനെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമ്മളൊരു കുട്ടിയോട് എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കാര്യം സാധിക്കാനേ പറ്റൂ. അല്ലാണ്ട് ഒരാളെ വശ്യപ്പെടുത്തി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരാളുടെ മുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും മന്ത്രവാദോ ക്ഷുദ്രമോ ഈ മൂർത്തിയെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. അതൊന്നും അങ്ങനത്തെ ഒരു പൂജാവിധാനങ്ങളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൗളാചാര പ്രകാരമുള്ള ആരാധന നിലനിന്നിരുന്നു. അതായത് കോഴിഗുരുതി, ചാരായം, കള്ള് ഇങ്ങനെയുള്ള സംഗതികൾ വെച്ചുള്ള ആരാധനയാണ് പണ്ട് നിലനിന്നിരുന്നത്. അതൊക്കെ ഇപ്പൊ സ്വാത്വികമായ രീതിയിലേക്ക് ആരാധനാക്രമങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈതന്യത്തിന് കുറവും വന്നിട്ടുണ്ട്. അതായത് ഓരോ മൂർത്തിക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ കാലം മാറണതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ രീതികളിലും മാറ്റം വരുത്തിയാൽ അതിൻ്റെ ചൈതന്യം ഉറപ്പായിട്ട്
അങ്ങ് തൊട്ട് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇത് മലബാരി സമ്പ്രദായത്തിലാണ് നമ്മുടെ ഈ ആചാരങ്ങൾ പണ്ട് നടന്നു പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ വ്യത്യസ്തമായി എന്ന് പറയുന്നു അല്ലേ, ഇപ്പോൾ ആധുനിക രീതിയിലേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ആചരിച്ചിരുന്ന ഒരു വിഭാഗം, ആ വിഭാഗം ആ ആചരണം മാറ്റണമെങ്കിൽ, ആ പൂജാക്രമങ്ങൾ മാറ്റണമെങ്കിൽ അവരെ മറ്റൊരു തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം ബലികർമ്മങ്ങൾ പാടില്ല, മൃഗബലി പാടില്ല, മാംസം ഇങ്ങനെ അതായത് ദേവതകൾക്ക് നിവേദിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയൊക്കെ പലരും പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിലും അത് ഇപ്പോൾ കർക്കശമായിട്ട് നിരോധനം ഉള്ളതിൻ്റെ പേരിലും ആ സമ്പ്രദായം അന്നം നിന്ന് പോവുകയാണ് ചെയ്തത്. അല്ലാണ്ട് നമ്മൾ പണ്ട് ഇത് ആരാധിച്ചു പോകുന്നിരുന്ന എങ്ങനെയാ വെച്ചാൽ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയാണ് ഈ ദേവതയെ കണ്ടിരുന്നത്, വിഭിന്നമായിട്ടല്ല. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു പശു പ്രസവിച്ചാലും അതിൻ്റെ ആദ്യത്തെ പാല് വെച്ചിട്ട് ചാത്തനൊരു പാൽപ്പായസം വെക്കും. ഈ ചാത്തന് കോഴി മാത്രമല്ല കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കൃഷി വന്നു കഴിഞ്ഞാൽ അത് നെല്ലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് നെല്ലെടുത്ത് വറുത്ത് മലരാക്കി അത് ചാത്തന് നിവേദിക്കും. വീട്ടിലെ കന്നുകാലികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ചാത്തന് നിവേദിക്കും. അത് പ്രധാനമായിട്ടും പറക്കുട്ടിച്ചാത്തൻ്റെ ആരാധന വീട്ടിലെ കന്നുകാലികൾക്ക്, നമ്മൾ ഊഴാൻ ഉപയോഗിക്കുന്ന കന്നുകാലികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷങ്ങൾ കുടുംബത്തിലേക്ക് വരാതിരിക്കാനും ശത്രുതാ മനോഭാവത്തിലൊന്നും വരാതിരിക്കാനൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മൾ ആരാധിച്ചത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വാധീനം ഉണ്ടായതുകൊണ്ട് പിൻകാലങ്ങളിൽ സ്വാധീനം ഉണ്ടായതുകൊണ്ട് ആ ഒരു യഥാർത്ഥ ആചാര അല്ലെങ്കിൽ വിധിക്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറിയെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ശാസ്താവുമായിട്ട് സ്വാമിക്ക് ബന്ധമുണ്ട്. അയ്യപ്പസ്വാമിയാണല്ലോ നമ്മൾ ഇപ്പോൾ ആരാധിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും ഭക്തിമാർഗത്തിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയുമായിട്ട് ഇതേപോലൊരു ആചാരത്തിലാണ് അയ്യപ്പസ്വാമി അല്ലേ, ഒരു വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല, വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ, അങ്ങനെ ഒരു ബന്ധമുണ്ടോ അയ്യപ്പസ്വാമിയും ഈ ഞാൻ ചോദിക്കാൻ കാരണം ഈ രണ്ട് ദേവതകളും ഒരു സാധാരണ ജനങ്ങളുടെ അവരുടെ ജീവിതക്രമത്തിൻ്റെ ചേർന്ന് പോകുന്ന ഒരു മൂർത്തി സങ്കല്പങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പം ഈ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ ഒരു ഗ്രാമീണ ഭാഷ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗോത്രവർഗക്കാരാണ് ചാത്തൻ ചാത്തൻ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ 1008 ശാസ്ത്രാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ലോപിച്ച് 108 ശാസ്ത്രാലയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അതിലൊരു ശാസ്ത്രാലയമാണ് ശബരിമലയിലുള്ളത്. പിന്നെ അവിടെ അവിടുത്തെ ശാസ്താവിന് മാത്രമേ അയ്യപ്പ മന്ത്രം കൊണ്ട് പൂജ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ശാസ്ത്രാലയങ്ങളും ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ കൊണ്ടാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ ശബരിമല ശാസ്താവും ഈ പന്തള രാജകുടുംബവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഇതിൽ